നമസ്കാരം. ഈ മതം മാറ്റൽ എന്ന വിഷയം പലപ്പോഴും വാർത്തകളിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ ചർച്ച ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ ഒരു വിഷയത്തെ ഒരു മതവിശ്വാസികളുമായിട്ടാണ് പല ആൾക്കാരും കണക്ട് ചെയ്യുന്നത്, മുസ്ലിം മതവിശ്വാസികളുമായിട്ട്. അപ്പം ഇത്തരം സംഭവങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഒരു തെറ്റിദ്ധാരണ പരത്തുന്നുണ്ട്. മതം മാറ്റുന്നത് മുഴുവൻ മുസ്ലിങ്ങളാണ്, അന്യമതത്തിൽപ്പെട്ടിട്ടുള്ള പെൺകുട്ടികളെയോ പുരുഷന്മാരെയോ ഒക്കെ വശത്താക്കി പതുക്കെ അവരെ മുസ്ലിം മതത്തിലേക്ക് മതം മാറ്റി കൊണ്ടുപോകുന്നു. ഇങ്ങനെ മതം മാറ്റാൻ വേണ്ടിയിട്ട് മുസ്ലിം മതവിശ്വാസികൾക്ക് പലരും പൈസ കൊടുക്കുന്നുണ്ട്. അപ്പം ഇത്തരം തെറ്റിദ്ധാരണകളൊക്കെ പലരും അറിഞ്ഞോ അറിയാതെയോ ഈ സമൂഹത്ത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇത്തരം തെറ്റിദ്ധാരണകൾ പരത്തുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള സിനിമകളാണ് കേരള സ്റ്റോറി പോലെയുള്ള സിനിമകൾ. നമുക്കറിയാം, ഇത്തരം വിഷയങ്ങൾ ഒന്നോ രണ്ടോ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ടെങ്കിലും ഒരു മതവിഭാഗത്തെ മുഴുവനായിട്ട് കരിവാരി തേച്ച് കാണിക്കണം എന്നുള്ളൊരു അജണ്ട നമ്മുടെ ഇടയിലുണ്ട്. പലർക്കും അങ്ങനെ ഒരു അജണ്ടയുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇത്തരം വിഷയങ്ങൾ പലപ്പോഴും തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിൽ സമൂഹത്തിൽ അവതരിപ്പിക്കാറുണ്ട്. ഇപ്പോൾ ഒരു 5-6 ദിവസം മുമ്പ് ഷോൺ ജോർജ്, നിങ്ങൾക്ക് അദ്ദേഹത്തെ അറിയാമായിരിക്കും, PC ജോർജിൻ്റെ മകനാണ്. ഷോൺ ജോർജും അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടുള്ള പാർവതി, ജഗദീഷ് ശ്രീകുമാറിൻ്റെ മകൾ, അവർ പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ്. അപ്പോൾ ജഗദീഷ് ശ്രീകുമാറിൻ്റെ മതം ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഷോൺ ജോർജിൻ്റെ മതം ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പ്രണയിച്ച് കല്യാണം കഴിച്ചതിന് ശേഷം പാർവതി മതം മാറി ക്രിസ്ത്യാനിറ്റിയിലേക്ക് പോവുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായിട്ടുള്ളൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ആ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു. ആ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങളെ ഞാൻ ആദ്യം കാണിച്ചു തരാം. PFIയുടെ ഓഫീസ് റെയ്ഡ് ചെയ്തപ്പോൾ നമ്പൂരി കുട്ടിക്ക് 5 ലക്ഷം, അതായത് ലവ് ജിഹാദിന് ഉള്ള കൊട്ടേഷനാണ്. നമ്പൂരി കുട്ടിക്ക് 5 ലക്ഷം, നായർ കുട്ടിക്ക് 4 ലക്ഷം, ക്രിസ്ത്യൻ കുട്ടിക്ക് 4 ലക്ഷം, ഈഴവ കുട്ടിക്ക് 3 ലക്ഷം, പട്ടികജാതി കുട്ടിക്ക് 2 ലക്ഷം. കേട്ടല്ലോ, ഇതായിരുന്നു അദ്ദേഹം പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ്. ലവ് ജിഹാദുമായിട്ട് ബന്ധപ്പെടുത്തി ആ ഒരു വിഷയത്തെ പറ്റി സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത്. അപ്പോൾ ഇത്തരം വിഷയങ്ങൾ നമ്മുടെ സമൂഹത്തിന് മുമ്പിൽ സംസാരിക്കുമ്പോൾ, പ്രത്യേകിച്ച് അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്, അപ്പോൾ അങ്ങനെ സംസാരിക്കുമ്പോൾ കുറച്ചൊക്കെ ജാഗ്രതയോടുകൂടി സംസാരിക്കുക. നമ്മൾ ഇങ്ങനൊരു കാര്യം സംസാരിക്കുമ്പോൾ വ്യക്തമായ പ്രൂഫോട് കൂട്ടിയിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ അത് സമൂഹത്തെ തെറ്റിദ്ധാരണ പരത്തുന്നത് ഒഴിവാക്കും. ഇദ്ദേഹം ചിലപ്പോൾ നോർമലായിട്ട് സംസാരിച്ചതായിരിക്കാം, എന്നാൽ ഇദ്ദേഹത്തിൻ്റെ ഈ വാക്കുകൾ പലരും എടുത്തു വെച്ച് റിയാക്ട് ചെയ്യുന്ന സമയത്ത് അതിനെ തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിൽ റിയാക്ട് ചെയ്യും. അപ്പോൾ ഒരു മതസമൂഹത്തെ മുഴുവനായിട്ട്, ഒരു കമ്മ്യൂണിറ്റിയെ മുഴുവനായിട്ട് കരിവാരി തേച്ച് അവരെ മുഴുവനായിട്ട് അടച്ചാക്ഷേപിക്കുന്നത് ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ വേണ്ടി പറ്റുന്ന കാര്യമല്ല. അതിനെ നമ്മൾ എതിർക്കുക തന്നെ ചെയ്യണം. അപ്പോൾ ഇതിന് ഒരു വ്യക്തി ഒരു മറുപടി കൊടുത്തിട്ടുണ്ട്, അൻസാരി ഉസ്താദ്. അദ്ദേഹം ഇതിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ മറുപടിയും കൂടി ഒന്ന് കേട്ടിട്ട് വരാം. ഈ ലക്ഷങ്ങൾക്കൊന്നൊരു വിലയില്ലടേ. PFIയുടെ ഓഫീസ് റെയ്ഡ് ചെയ്തപ്പോ കണ്ടത് നമ്പൂതിരി കുട്ടിക്ക് 5 ലക്ഷം, നമ്പൂതിരി കുട്ടിക്ക് കൊടുക്കാൻ വെച്ച 5 ലക്ഷം, നായർ കുട്ടിക്ക് 4 ലക്ഷം, നായർ കുട്ടിക്ക് 4 ലക്ഷം, ക്രിസ്ത്യൻ കുട്ടിക്ക് 4 ലക്ഷം. ക്രിസ്ത്യാനികളെ നമ്മൾ മോശമാക്കിയില്ല, ക്രിസ്ത്യാനിയെ ഇസ്ലാമിലേക്ക് വിവാഹം കഴിച്ചുകൊണ്ട് വന്ന 4 ലക്ഷം രൂപ. എന്ത് വേണം? ക്രിസ്ത്യാനികളെ നമ്മൾ പരിഗണിച്ച്, ക്രൈസ്തവ സഹോദരങ്ങളെ നിങ്ങൾ പരിഗണിച്ചാൽ എന്തെങ്കിലും തരണേ. ഈഴവ കുട്ടിക്ക് 3 ലക്ഷം. അതെന്ത് മോശം പരിപാടിയാണ്, പന്തിഭേദം. പക്ഷേ അത് ഈഴവ കുട്ടിക്ക് വിലയൊന്നുമില്ലേ? മുസ്ലിങ്ങളെ നിങ്ങളെ പറയുന്നത് ജാതി മതമൊന്നും നിങ്ങൾക്കില്ലെന്ന്, നിങ്ങൾക്ക് ഇടയിൽ ജാതീയപരമായ വേർതിരിവില്ലെന്നല്ലേ പറഞ്ഞത്. എന്നിട്ട് നിങ്ങൾ ഈ കല്യാണം കഴിക്കാൻ നേരത്ത് ഈഴവ കുട്ടിക്ക് മാത്രം എന്താ 2 ലക്ഷം രൂപ കൊടുത്ത്? നിങ്ങൾ ക്രിസ്ത്യാനെ കെട്ടുമ്പോൾ 4 ലക്ഷം കൊടുത്തില്ലേ? അതേ തോതിൽ തന്നെ ഇവർക്ക് കൊടുക്കണ്ടേ? ഇതൊന്നും ശരിയല്ല കേട്ടോ, ഇതൊന്നും ശരിയല്ല. പട്ടികജാതി കുട്ടിക്ക് 2 ലക്ഷം തുടങ്ങി. പട്ടികജാതി കുട്ടിക്ക് 2 ലക്ഷം രൂപ, ജാതീയപരമായി വേർതിരിവാണിത്. സത്യത്തില് ഇത്തരം വിഷയങ്ങളിൽ ഇങ്ങനെ തന്നെ വേണം മറുപടി കൊടുക്കാൻ. നമ്മൾ ഒരുപാട് സീരിയസ് ആയിട്ട് എടുക്കാതെ ഈ രീതിയിൽ ഹാസ്യം കലർത്തി തന്നെ വേണം മറുപടി കൊടുക്കാൻ വേണ്ടിയിട്ട്. വളരെ നല്ല മറുപടി. ആ പറഞ്ഞതിലൊരു ശരിയില്ലാതെ ഇല്ല. അതായത് ഇവിടെയും മതം നോക്കി, അല്ലെന്നുണ്ടെങ്കിൽ ജാതി നോക്കി പൈസ വരെ മാറ്റിയാണ് പറഞ്ഞേക്കുന്നത്. 4 ലക്ഷം രൂപ, 5 ലക്ഷം രൂപ, നമ്പൂരിക്കുട്ടിയാണെന്നുണ്ടെങ്കിൽ 5 ലക്ഷം രൂപ, താഴോട്ട് പോകുന്നതിനനുസരിച്ച് പൈസ കുറച്ച് കൊണ്ടുവരും. അതെന്താണ്? സ്ത്രീകൾക്ക് പല രീതിയിൽ, അതായത് പല സമുദായത്തിൽപ്പെട്ടുള്ള സ്ത്രീകൾക്ക് പല വാല്യൂ ആണോ? ആ രീതിയിലാണ് ഇവരൊക്കെ പറഞ്ഞു വെക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മളൊരു കാര്യം ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് സമൂഹത്തിന് മുമ്പിൽ ഓപ്പൺ ആയിട്ട് പറയുമ്പോൾ, അപ്പോൾ നമ്മുടെ വീടിന് 4 ചുമരിനകത്ത് നിന്നുകൊണ്ട് നമുക്ക് ഏത് രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളും പറയാം, വിഷയമില്ല. അത് ആരും കേൾക്കുന്നില്ല. നമ്മുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളോ മാത്രമാണ് കേൾക്കുന്നത്. ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂവിൽ വന്നിരുന്ന് ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അത് പല രീതിയിൽ തെറ്റിദ്ധാരണ പരത്തുമെന്ന് പല ആൾക്കാരും ചിന്തിക്കുന്നില്ല. ഇദ്ദേഹം ഒരു BJP പ്രവർത്തകനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാർട്ടിയെയും അത് ദോഷം ചെയ്യും, പാർട്ടിക്കും അത് ദോഷം ചെയ്യുമെന്ന് ഇദ്ദേഹം ആലോചിക്കുന്നില്ല.
അപ്പോൾ സ്വയം ചിന്തിക്കുക, അദ്ദേഹം പ്രണയിച്ച് വിവാഹം കഴിച്ചതാണ്, അദ്ദേഹത്തിൻ്റെ ഭാര്യ മതം മാറി, അപ്പോൾ അദ്ദേഹത്തെ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു കാറ്റഗറിയിലേക്ക് പെടുത്താം. പക്ഷെ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ കേസ് വരുമ്പോൾ അത് പ്യുവറായിട്ടുള്ള ലവ് ആണ്, ബാക്കിയുള്ള കേസിൽ അത് പ്യുവർ ലവ് ആകണമെന്നില്ല. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കേരള സ്റ്റോറി പാർട്ട് 1 ആ സിനിമയിൽ പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങൾ 1-2 ഇൻസിഡൻറ്റുകൾ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിൽ അത് ആയിരക്കണക്കിന് ഇൻസിഡൻറ്റുകൾ നടക്കാറുണ്ട്. എന്നാൽ മറ്റ് സംസ്ഥാനങ്ങളുടെ പേര് വെക്കാതെ കേരളത്തിൻ്റെ പേര് മാത്രം വെച്ച് കേരള സ്റ്റോറി പാർട്ട് 1 പാർട്ട് 2 എന്ന് പറഞ്ഞ് ഇറക്കുന്നത് വ്യക്തമായ അജണ്ടയോട് കൂടിയിട്ടാണ്. അവിടെ നമുക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞിട്ട് നമുക്ക് തള്ളിക്കളയാൻ വേണ്ടി പറ്റത്തില്ല. അത് ആവിഷ്കാര സ്വാതന്ത്ര്യമല്ല. പലരും അതിനെ ന്യായീകരിക്കുന്നുണ്ട്. പല ആൾക്കാരും, പല പാർട്ടിയിൽപ്പെട്ട ആൾക്കാരും അതിനെ ആവിഷ്കാര സ്വാതന്ത്ര്യം മാത്രമാണ് എന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്നുണ്ട്. അങ്ങനെ ന്യായീകരിക്കുമ്പോൾ നമ്മുടെ നാടിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഘടനയുണ്ടല്ലോ, അതിനെയാണ് അത് ചോദ്യം ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ സ്വാതന്ത്ര്യത്തോടുകൂടി സമാധാനത്തോടുകൂടി ജീവിച്ചു വരുന്ന പല മതവിശ്വാസികളുടെ ഇടയിൽ തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് ആവശ്യമില്ല. കൊട്ടേഷനുകൾ ഷോൺ ജോർജ് വെളിപ്പെടുത്തിയ ഒരു വിവരമാണിത്. ഷോൺ ജോർജ് അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയുമായി ചേർന്നൊരു അഭിമുഖം നടത്തുന്നതിനിടയിൽ ഷോൺ ജോർജും അദ്ദേഹത്തിന്റെ ഭാര്യയും ചേച്ചി പതിഞ്ഞ സ്വരത്തിൽ പതുക്കെ ചോദിച്ചില്ലേ, ഷോൺ ജോർജ് ജഗതിയുടെ കുട്ടിയെ കെട്ടിയപ്പോൾ എത്ര ലക്ഷം രൂപ കിട്ടിയെന്ന്? ചേടാ അത് ചോദിക്കണ്ടേ? ജഗതിയുടെ മോള് ക്രിസ്ത്യാനി അല്ലായിരുന്നല്ലോ, ജഗതിയുടെ മോളെ വിവാഹം കഴിച്ചത് ഈ മതത്തിലേക്ക് പരിവർത്തനപ്പെടുത്തി കൊണ്ടുവന്നില്ലേ? അപ്പൊ പറയാനുള്ള മറുപടി ആ പെൺകുട്ടി ഇങ്ങോട്ട് വന്നതാണെന്ന്. അറിയാം, ഞങ്ങൾക്ക് അണിയാം. എൻ്റെ പൊന്നാരമ്മച്ചി, ഇവിടെ ഇഷ്ടം പോലെ പെൺപിള്ളേരുണ്ട് നമുക്ക് വിവാഹം കഴിക്കാൻ. ഈ ഇഷ്ടം പോലെ പെൺകുട്ടികൾ. ഞങ്ങളാരും പൊതുസമൂഹത്തിന് മുമ്പിൽ കരഞ്ഞുകൊണ്ട് നടക്കുന്നില്ല. ഞങ്ങളുടെ പിള്ളേർക്ക് പെണ്ണിനെ കിട്ടുന്നില്ല, അവർ പ്രസവിക്കുന്നില്ല, അവർക്ക് കുട്ടി ഉണ്ടാകുന്നില്ല എന്ന് സങ്കടപ്പെടുന്നവരല്ല. ഞങ്ങൾ എല്ലാ കാര്യത്തിലും സമൃദ്ധിയാണ്. ഇവിടെ തന്നെ കല്യാണം കഴിച്ചവർ ചെലവിന് കൊടുക്കാനും മുന്നോട്ട് പോകാൻ കിടന്ന് കഷ്ടപ്പെടുമ്പോൾ ആരാടാ ഈ വല്ലോടത്തുനിന്ന് വരുന്ന പെൺപിള്ളേർക്ക് ഈ 4 ലക്ഷം 5 ലക്ഷം ഒക്കെ കൊടുക്കാൻ? ഇവിടെ പെൺപിള്ളേരെ കെട്ടിക്കാൻ വേണ്ടി ഇവിടുത്തെ സമുദായത്തിലുള്ളവർ തന്നെ കിടന്ന് കഷ്ടപ്പെടുകയാണ്. അപ്പോഴാണ് 4 ലക്ഷം. ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, അദ്ദേഹം സംസാരിക്കുന്നതിൽ ഇങ്ങനെ ഒരു കാര്യം കേട്ടിട്ടും അദ്ദേഹം ഒരു രീതിയിലും ട്രിഗർ ആവുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല. ഹാസ്യ രൂപേണയാണ് അദ്ദേഹം ആ മറുപടി കൊടുത്തേക്കുന്നത്. ഇതാണ് ശരിക്കും വേണ്ടത്. അതായത് ഇത്തരം സ്റ്റേറ്റ്മെൻറ്റുകൾ പലരും സമൂഹത്തിന് മുമ്പിൽ പറയുന്നത് ഈ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാരെ ട്രിഗർ ചെയ്യാനാണ്. അങ്ങനെ ട്രിഗർ ചെയ്യുന്ന സമയത്ത് അവർ വിജയിക്കുകയാണ് ചെയ്യുന്നത്. സത്യത്തിൽ ട്രിഗറിങ് ആണ് അവരുടെ ഉദ്ദേശം. ഇങ്ങനെ ട്രിഗർ ചെയ്തിട്ട് ബാക്കിയുള്ളവരെ ദേഷ്യപ്പെടുത്തി മറ്റുള്ളവരുടെ ഇടയിൽ ഒരു ഷണ്ട ഉണ്ടാക്കുക, ഒരു ദേഷ്യം ഉണ്ടാക്കുക, വഴക്കുകൾ ഉണ്ടാക്കുക. ഇപ്പോൾ ഒരു സമൂഹത്ത് എല്ലാ ആൾക്കാരും ഒത്തൊരുമിച്ചിട്ടാണ് ജീവിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവരുടെ ഇടയിൽ ദേഷ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒറ്റ കാര്യം ചെയ്താൽ മതി. അവർ പല മതവിശ്വാസികളാണെന്നുണ്ടെങ്കിൽ അവരുടെ ഇടയിൽ തെറ്റിദ്ധാരണ പരത്തിയാൽ മതി. ഒത്തൊരുമ പെട്ടെന്ന് അങ്ങ് ഇല്ലാതെയാകും. അതിനാണ് നോക്കുന്നത്. ഇതുകൊണ്ടാണ് കേരള സമൂഹം കേരള സ്റ്റോറി പോലെയുള്ള സിനിമകൾ കാണാൻ പോകാതിരുന്നത്. അതിനെ നമ്മൾ ബാൻ ചെയ്തത്, നമ്മൾ ടോട്ടലി അത് തിയേറ്ററുകളിൽ പ്രദർശിപ്പിച്ചപ്പോൾ ആ തിയേറ്ററുകളൊന്നും ആൾ കയറാതിരുന്നതിൻ്റെ കാരണം എന്താണ്? ഇതാണ് കാരണം. കാരണം നമുക്കതിൻ്റെ ആവശ്യമില്ല. അല്ലാതെ തന്നെ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളതും ഇവിടെ എങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്നുള്ളതും നമുക്കറിയാം. പിന്നെ ചില ആൾക്കാർ തെറ്റ് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് എല്ലാ മതത്തിൽപ്പെട്ട ആൾക്കാരെയും നമുക്ക് കുറ്റപ്പെടുത്താൻ വേണ്ടി പറ്റുമോ? ഏത് മതം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും, ഇപ്പോൾ ഹിന്ദുയിസം എടുത്ത് നോക്കിയാലും, ക്രിസ്ത്യാനിറ്റി എടുത്ത് നോക്കിക്കഴിഞ്ഞാലും, ഇസ്ലാം മതം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും എല്ലാ മതത്തിലും ചെറിയ കറുത്ത പൊട്ടുകളുണ്ട്. ഈ കറുത്ത പൊട്ടുകൾ ആ മതത്തെ മോശമാക്കി ചിത്രീകരിക്കുന്ന രീതിയിലുള്ള പ്രവർത്തികൾ ചെയ്യും. എന്ന് വെച്ച് നമുക്ക് മുഴുവൻ കമ്മ്യൂണിറ്റിയെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല. എന്ന് വെച്ച് മതവിശ്വാസികളെ മുഴുവനായിട്ട് നമുക്ക് തെറ്റിദ്ധരിക്കാൻ വേണ്ടി പറ്റത്തില്ല. എല്ലാവരും ഒത്തൊരുമിച്ച് ജീവിച്ചെങ്കിൽ മാത്രമേ പ്രശ്നങ്ങളില്ലാതെ നമ്മുടെ സമൂഹം മുന്നോട്ട് പോവുകയുള്ളൂ.